ഒറ്റമന്ദാരം ഭാഗം 4. ചെറിയ ഒരു സദ്യ. അതും കഴിഞ്ഞ് രാഹുകാലത്തിന് മുമ്പ് നന്ദൻ്റെ വീട്ടിൽ ചെന്ന് കയറണം. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ നന്ദന് നേരെ നീണ്ടിരുന്നു. പക്ഷേ മനഃപൂർവ്വം അവളെ നോക്കാതെ നന്ദൻ മറ്റെങ്ങോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കാറിലേക്ക് നന്ദനെ ആരെല്ലാമോ ചേർത്ത് എടുത്തു കയറ്റുമ്പോൾ അവളും ഒരു കൈ അവനിൽ ചേർത്ത് വച്ചിരുന്നു, ഒരു താങ്ങായി, അവളെ കൊണ്ടാവും വിധത്തിൽ. പക്ഷേ ഏറെ ദേഷ്യത്തോടെ നന്ദൻ അത് തട്ടിത്തെറിപ്പിച്ചിരുന്നു. അത് കാണെ നിറഞ്ഞ മിഴിയാലെ അവൾ നോട്ടം മാറ്റിയപ്പോൾ കണ്ടു യാത്ര ചൊല്ലി പറഞ്ഞയക്കാൻ വന്ന ഒരച്ഛൻ്റെ നിസ്സഹായമായ മുഖം. എല്ലാം കണ്ട് ഉള്ളിലൊരു നീറലോടെ ആ അച്ഛൻ അവിടെ നിന്നു. ചെറിയൊരു പുഞ്ചിരി കഷ്ടപ്പെട്ട് വരുത്തി അവൾ ആ നെഞ്ചിലേക്ക് ചാരി. മകളെയും കൂട്ടിപ്പിടിച്ച് അയാൾ നിന്നപ്പോൾ മിഴികൾ അനുസരണക്കേട് കാട്ടിയിരുന്നു. തൊട്ടുപുറകിലായി നിന്ന് സ്വരമില്ലാതെ കരയുന്ന അമ്മയെയും കൂടി അവൾ അവരിലേക്ക് ചേർത്തു. ഇതുവരെയുണ്ടായിരുന്ന അവരുടെ ലോകം. മെല്ലെ ഒരു തലയാട്ടലിലൂടെ അവൾ യാത്ര പറയുമ്പോൾ തന്നിലെ അനുഗ്രഹം മുഴുവൻ ഒരു ചുംബനത്തിലൂടെ മകൾക്കായി പകർന്നിരുന്നു ആ അച്ഛൻ. ഒരു ചേർത്ത് പിടിക്കലോടെ പറയാതെ പറഞ്ഞിരുന്നു, ഇവിടെ ഞങ്ങളുണ്ട് നിനക്കായി എന്ന്. ഒപ്പം ആ അമ്മയും. മെല്ലെ കാറിൽ കയറുമ്പോൾ ജീവനായ ഒന്ന് നേടിയ സന്തോഷത്തിലും പ്രാണൻ പുറകിൽ വിട്ടുവരുന്ന നോവ് അവൾ അറിഞ്ഞിരുന്നു. ഒരു പെണ്ണിന് മാത്രം കടന്നു പോകേണ്ട കനൽ വഴികൾ. മിഴി പൂട്ടി കാറിൻ്റെ സീറ്റിൽ ചാരുമ്പോൾ ഉള്ളിലെ പിടച്ചിൽ മിഴികളിൽ കണ്ണുനീരായി ഇടം പിടിച്ചിരുന്നു. അവ ഇരു കവിളിലും തഴുകിയിറങ്ങിയിരുന്നു, ഒരു സാന്ത്വനമെന്നോണം. മിഴികൾ പുറത്തേക്ക് നീട്ടിയിരിക്കുന്നവൻ ഏങ്ങലിൻ്റെ ഏറ്റക്കുറച്ചിലിൽ അവൾ എടുക്കുന്ന നിശ്വാസങ്ങൾ കേട്ടെങ്കിലും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെയിരുന്നു. ഒരു നേർത്ത സ്പർശത്തിന് പോലും ചിലപ്പോൾ 1000 സാന്ത്വനവാക്കുകൾ ഏകാനാകും എന്നറിഞ്ഞു. ലക്ഷ്മി ടീച്ചർ തളികയിൽ അഷ്ടമംഗല്യവുമായി പടിക്കൽ തന്നെ നിന്നിരുന്നു, തൻ്റെ മകൻ്റെ പെണ്ണിനെ ആനയിക്കാൻ. കാറിൽ നിന്നും താഴെ ഇറങ്ങി നന്ദനെ വീൽചെയറിൽ ഇരുത്തുമ്പോൾ മെല്ലെ ആളുകളിലെ സഹതാപം അയാൾ നോക്കിക്കണ്ടിരുന്നു. അതാവാം ആ തല പിന്നീട് മെല്ലെ കുനിഞ്ഞത്. അതിനാലാവാം പ്രണയം വിടർന്ന ആ മുഖം അയാൾ അതിനിടയിൽ കാണാതെ പോയത്. നന്ദൻ നേരത്തെ ചുവപ്പ് പടർത്തിയ സീമന്തരേഖയിലൂടെ ഒന്നൂടെ ലക്ഷ്മി ടീച്ചർ കുങ്കുമം ചാർത്തി. അമ്മായിയമ്മയുടെ, അല്ല, ഇനിമേൽ അമ്മയുടെ അവകാശം. ചെറിയ നാണത്താൽ ചുവന്ന മുഖത്താലെ ലക്ഷ്മി ടീച്ചറുടെ കയ്യിലെ നിലവിളക്കവൾ അവളുടെ കയ്യിലേക്കി. ഇനി ഈ വീടിൻ്റെ വിളക്ക് നീയാണെന്ന് ഓർമ്മിപ്പിച്ച് അവൾ വലതുകാല് വച്ച് കയറി. മച്ചിൽ വിളക്ക് വെച്ച് പരദേവതയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായി തന്നെ ആ പെണ്ണ് നെഞ്ചുരുക്കി പരദേവതയോട് ചോദിച്ചിരുന്നു ആ മനസ്സിൽ ചെറുതെങ്കിൽ കൂടി തനിക്കൊരു സ്ഥാനം. തിരിച്ചിറങ്ങുമ്പോൾ ലക്ഷ്മി ടീച്ചർ, അവളുടെ ടീച്ചറമ്മ, ഇറുക്കെ പുണർന്നിരുന്നു അവളെ. നന്ദൻ്റെ പുണ്യം, അതാ നീയ്. എന്താ ഈ അമ്മ പകരം തരിക കുട്ടിയെ? ഈ ജീവൻ മതിയോ? ഈ ജീവിതം മതിയോ? എന്ത് തന്നാലാ എൻ്റെ നന്ദനെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് പകരാവുക? ആ അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞ് അവളും പറഞ്ഞു, ഒന്നും വേണ്ട അമ്മേ, എന്നെ എല്ലാവരും സ്നേഹിച്ചാൽ മാത്രം മതി എന്ന്. മനം നിറഞ്ഞ അമ്മ ദേവതയെ ഒന്ന് നോക്കി. ഏറെ നാളത്തെ തൻ്റെ കണ്ണീര് കണ്ടതിന്, ഇതിൽ കൂടുതൽ അനുഗ്രഹം അവർക്കിനി തനിക്ക് തരാനില്ലാത്തതിന്. വന്നവരുടെ കുശലാന്വേഷണത്തിന് നിന്നുകൊടുക്കുമ്പോൾ എല്ലാവരും നന്ദനെ ചോദിച്ചിരുന്നു. എല്ലാ തിരക്കിൽ നിന്നും ഒഴിവായി അയാൾക്ക് എത്തിപ്പെടാവുന്ന അയാളുടെ ലോകം, ആ ട്യൂഷൻ ക്ലാസ് മുറിയിൽ അയാൾ ചെന്നിരുന്നു. അവിടെ മിഴിമൂടി പിടയുന്ന നെഞ്ചിലെ ഏറുന്ന ഹൃദയതാളത്തിൻ്റെ അകമ്പടിയിൽ ഓർമ്മകളെ എവിടെയൊക്കെയോ അലയാൻ വിട്ടിരുന്നു. നന്ദാ. അച്ഛൻ്റെ സ്വരം കേട്ടതും മെല്ലെ മിഴികൾ തുറന്ന് അച്ഛനെ നോക്കി. നേരം ഇരുട്ടിയില്ലേ കുട്ടിയെ? ഇനി വീട്ടിക്ക് പോരാറായില്ലേ? തല ഒന്നുകൂടി താഴ്ത്തിയതല്ലാതെ മറുപടിയില്ലായിരുന്നു. പാവല്ലേടാ ആ കുട്ടി, നിന്നെ അത്രയ്ക്ക്. ദേഷ്യത്താലെയുള്ള മകൻ്റെ നോട്ടത്തിൽ പറയാൻ വന്നത് പാതിയിൽ നിർത്തി ആ വൃദ്ധൻ. ഇത്രയായി, ബുദ്ധി ആവോളം നിനക്കുണ്ട്. ഇനി എല്ലാം നിന്റെ ഇഷ്ടം. കാലങ്ങളായി ഉള്ളിൽ തീയെരിച്ചു കഴിഞ്ഞ ഒരച്ഛനും അമ്മയ്ക്കും ഇന്നൊരു സാന്ത്വന ആ കുട്ടി.
അതിനെ വിഷമിപ്പിച്ച ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അത്രയും പറഞ്ഞ് നെഞ്ചിൽ പതിയെ തടവി നടന്നു പോകുന്ന ആ വൃദ്ധന് മുമ്പത്തേക്കാൾ ക്ഷീണം ബാധിച്ച പോലെ തോന്നി നന്ദന്. ഒന്നും പറയാതെ തന്നെ തൻ്റെ മനോവ്യഥ മനസ്സിലാക്കിയതിലെ അത്ഭുതവും. ലൈറ്റ് ഓഫ് ചെയ്ത് മെല്ലെ വീടിന് നേരെ വീൽചെയർ ചലിപ്പിക്കുമ്പോൾ ഉള്ളിലെ ഭാരം വീണ്ടും കൂടുന്നത് പോലെ തോന്നി നന്ദന്. ഹാൾ കടന്ന് ഇടനാഴികയിലൂടെ വീൽചെയറിൽ മെല്ലെ നീങ്ങുമ്പോൾ കണ്ടിരുന്നു ജനൽ കമ്പികളിൽ പിടിച്ച് ദൂരേക്ക് മിഴികളൂന്നി നിൽക്കുന്നവളെ. പാവാടക്കാരി മുണ്ടും നേരിയതും ഉടുത്ത് വലിയ പെണ്ണായിരിക്കുന്നു. നെഞ്ചിൽ തൂങ്ങിയാഴുന്ന ശംഖുമാലയിൽ നന്ദൻ്റെ കണ്ണുകൾ ഉടക്കി. നീള ഇപ്പോൾ അവൾ ഒരു ഭാര്യയായി മാറിയിരിക്കുന്നു. കാരപ്പുറത്തെ നന്ദകിഷോറിൻ്റെ ഭാര്യ. ഒന്നും സ്വപ്നമല്ല, ഇന്നവൾ തൻ്റെ ഭാര്യയാണ്. വാശിപ്പുറത്ത് അവൾ നേടിയെടുത്ത ഭാര്യാപദം. പ്രായത്തിൻ്റെ വെറും വാശിപ്പുറത്ത്. ഓർക്കുംതോറും അയാൾക്കുള്ളിൽ വല്ലാത്തൊരു ദേഷ്യം നുരഞ്ഞു പൊന്തി. വേഗം മുറിയിലേക്ക് നീങ്ങുമ്പോൾ അവൾ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞെന്നോണം അയാളെ നോക്കി. പ്രണയപൂർവ്വം ഒരു കുസൃതി ചിരിയോടെ മെല്ലെ പുറകെ അടിവെച്ചടിവെച്ച് അവളും ചെന്നു. ഇനി തങ്ങളുടേത് മാത്രമാകാൻ പോകുന്ന മുറിയിലേക്ക് അവളുടെ പാതി അവകാശത്തോടെ. മുറിയുടെ മൂലയിൽ വീൽചെയർ നിർത്തി. ഇത്തിരി പ്രയാസപ്പെട്ട് അയാൾ അതിൽ നിന്ന് താഴെ ഇറങ്ങിയിരുന്നു. മുട്ടുകുത്തി കട്ടിലിനടുത്തേക്ക് നീങ്ങുമ്പോൾ പുറകിൽ ശോഷിച്ച കാലുകൾ അനാവൃതമായിരുന്നു. കട്ടിലിൽ കയറാനുള്ള സ്റ്റെപ്പ് പോലത്തെ മരക്കട്ട കട്ടിലിനടിയിൽ നിന്ന് അയാൾ തന്നെ നീക്കി അടുപ്പിച്ച് കട്ടിലിൽ കയറി പറ്റിയപ്പോഴേക്ക് ആളാകെ ക്ഷീണിച്ചിരുന്നു. എല്ലാം കണ്ടു നിൽക്കുന്ന നിളയെ ഓർത്ത് അയാളുടെ മനസ്സും ക്ഷീണിച്ചിരുന്നു. തലയണ കൂട്ടിവെച്ച് അതിൽ തല ഉയർത്തിവെച്ച് അയാൾ കിടന്നു. കണ്ണിന് മുകളിൽ കൈ വിലങ്ങനെ വച്ച്. തന്നെ ഒന്ന് നോക്കാത്തതിൽ പരിഗണിക്കാത്തതിൽ അവൾക്ക് വേദനിച്ചിരുന്നു. കഴുത്തിലെ ശംഖുതാലി മുറുകെ പിടിച്ചവൾ മെല്ലെ നന്ദൻ്റെ ഓരം ചെന്നിരുന്നു. നന്ദേട്ടാ. പരിഭവവും പിണക്കവും എല്ലാം ഉണ്ടായിരുന്നു ആ വിളിയിൽ. കേൾക്കാത്തതുപോലെ കിടക്കുന്നവൻ പിന്നെയും പെണ്ണിനെ നോവിച്ചു. ഒട്ടും ഇഷ്ടമല്ലേ നന്ദേട്ട എന്നെ? ഒന്ന് നോക്കാൻ കൂടി തോന്നാത്ത വിധം ദേഷ്യം എന്നോട്? കണ്ണിന് മുകളിൽ നിന്ന് കൈയെടുക്കാതെ തന്നെ അയാളുടെ സൗകര്യത്തിനായി തൂക്കിയിട്ടിരിക്കുന്ന സ്വിച്ചിലമർത്തി ലൈറ്റ് ഓഫ് ചെയ്തു നന്ദൻ. മുറിയിലാകെ ഇരുട്ട് പടർന്നു. ഒപ്പം മുന്നോട്ട് കാണാതെ ഒരു പെണ്ണിൻ്റെ മനസ്സും. ഓരം ചേർന്ന് കിടക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നു നന്ദനും അന്നൊരു പോള കണ്ണടച്ചിട്ടില്ല എന്ന്. രാവിലെ എണീറ്റ് കുളിച്ച് തിരികെ റൂമിലെത്തിയപ്പോൾ നന്ദൻ അവിടെ ഇല്ലായിരുന്നു. വീൽചെയറും. മെല്ലെ കണ്ണാടിയിൽ നോക്കി. കുളി കഴിഞ്ഞപ്പോൾ നെറുകയിലെ സിന്ദൂരം പാതിയിലധികം മാഞ്ഞു പോയിരിക്കുന്നു. വീണ്ടും അവൾ ആ സീമന്തരേഖ ചുവപ്പിച്ചു. സിന്ദൂരം തന്റെ നെറുകയിൽ കിടക്കുന്നത് മതി വരാതെ പിന്നെയും നോക്കി. താലിയിൽ കുത്തിവെച്ച തൻ്റെ പ്രാണന്റെ പേരിലേക്ക് പ്രണയത്തോടെ നോക്കി. മെല്ലെയത് ചുണ്ടോട് ചേർത്തവൾ മിഴികൾ പൂട്ടി. എല്ലാം കണ്ട് മുറിയിലേക്ക് കയറി വന്നിരുന്നു അവളുടെ നന്ദേട്ടൻ. തുടരും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടുക. ഒപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ഭാഗവും കൊണ്ട് പെട്ടെന്ന് വരാം കേട്ടോ. താങ്ക് യു.